ഹായ് മൈ ഡിയേഴ്സ്, പച്ചരി കൊണ്ടുള്ള ഈസി ദോശ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിനായിട്ട് 125 മില്ലി ലിറ്ററിൻ്റെ കപ്പിൽ ഞാനൊരു 3 കപ്പ് അരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഏകദേശം 8 മണിക്കൂറെങ്കിലും പച്ചരി നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നാലേ രാവിലെ അരക്കാനാകുമ്പോഴേക്ക് അത് കുതിർന്ന് കിട്ടുള്ളൂ. ഏകദേശം നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് നല്ല രീതിയിൽ ഞെക്കി കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടി വരുന്ന രീതിയിലാവണം നമ്മുടെ പച്ചരി. ഇനി പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരി അരച്ചെടുക്കുക. ഈ പച്ചരി വെച്ചിട്ടുള്ള ദോശ യൂട്യൂബിലുണ്ടോ എന്നുള്ളത് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല നൈസായിട്ടുള്ള ദോശ നിങ്ങൾക്ക് ഇതിന്ന് കിട്ടും. അപ്പോൾ അരി അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അരച്ചതിന് ശേഷം, വളരെ നൈസായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അടുത്ത ബാക്കിയുള്ള അരിയും ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലൂസാക്കണം. കാരണം നമ്മൾ മിക്സിയിലിട്ടപ്പോൾ അരി നന്നായിട്ട് അരയാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ ദോശ മാവിന് അത്യാവശ്യം ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. സാധാരണ പച്ചവെള്ളമാണ് ഈ ഒരു ബാറ്ററിലേക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നല്ല തിളച്ച വെള്ളമോ ചെറിയ ചൂടുള്ള വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ മാവ് നല്ല രീതിയിൽ ലൂസാവാൻ വേണ്ടിയിട്ടുള്ള അത്രത്തോളം വെള്ളം മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ? ഇതുപോലെ അത്യാവശ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സൗണ്ട് മാവിന് വരണം. എന്ന് കരുതി ഒരുപാട് ലൂസാവരുത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ദോശച്ചട്ടി ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചതിന് ശേഷം തീ ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ചട്ടി ചൂടാക്കണ്ട കേട്ടോ. ഇനി ചട്ടിയിൽ പുരട്ടി കൊടുക്കാനായിട്ട് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. പാം ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ പുരട്ടി കൊടുക്കണേ. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു തവി മാവ് എടുത്തിട്ട് ചുറ്റി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. ആദ്യം മൂടി വെച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു പോയതാണ് കേട്ടോ. ഇനി അടുത്ത ദോശ ചുട്ടെടുക്കാം. നേരത്തെ പോലെ തന്നെ ഓയിൽ തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. വെറും ഒരു 8-10 സെക്കൻഡ് ആയാൽ മതി കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ടാവും. ഒരരികുന്ന് ചട്ടക ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ വിടുവിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് എടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂടി പോകാൻ പാടില്ല. തീ കൂടിയാൽ നമുക്ക് ദോശ പെട്ടെന്ന് കിട്ടില്ല. ഈ ദോശ ചുടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി ദോശ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം. അപ്പം നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഡിയേഴ്സ്. സബ്സ്ക്രൈബ് ചെയ്യണേ.